കേരളത്തിൽ കുട്ടികൾക്കെതിരായ അക്രമം വർദ്ധിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കാതെ സർക്കാർ അവഗണിക്കുകയാണ്. മറ്റ് കമ്മീഷനുകളിൽ കാലാവധി പൂർത്തിയാക്കും മുമ്പേ അംഗങ്ങളെ നിയമിക്കുകയും പുനർനിയമനം നൽകുകയും ചെയ്യുന്നതിലുള്ള ശുഷ്കാന്തി ബാലാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ കാട്ടുന്നില്ലെന്നാണ് പരാതി. KV മനോജ് കുമാർ ചെയർമാനായുള്ള കമ്മീഷനിൽ N സുനന്ദ, DC ജലജകുമാരി എന്നീ അംഗങ്ങളാണ് നിലവിലുള്ളത്. ഇവർക്ക് പുറമെ 4 അംഗങ്ങളെ കൂടി നിയമിക്കേണ്ടതാണ്. എങ്കിലും 2023 ആഗസ്റ്റ് മുതൽ ഈ പദവികൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഒഴിവുണ്ടായതിനു തൊട്ടു പിന്നാലെ പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കുകയും കഴിഞ്ഞ ഒക്ടോബർ 27 ഇന്റർവ്യൂ നടത്തുകയും ചെയ്തതാണ്. അതിനുശേഷവും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയോ നിയമനം നടത്തുകയോ ചെയ്തിട്ടില്ല. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്നാണ് ഇടനാഴികളിലെ അടക്കം പറച്ചിൽ. എന്നാൽ ഇതിനിടയിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനും ജുഡീഷ്യൽ മെമ്പറുമായി മുൻ ജില്ലാ സെഷൻസ് ജഡ്ജ് K ബൈജുനാഥിന് കാലാവധി പൂർത്തിയാകും മുമ്പേ പുനർനിയമനം നൽകി സർക്കാർ ഉത്തരവായി. അതുപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുൻ നിയമവകുപ്പ് സെക്രട്ടറി ഹരിജി നായരെയും അംഗമായി നിയമിച്ചു. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗമായ സുനന്ദയ്ക്ക് തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളുടെയും ജലജകുമാരിക്ക് ആലപ്പുഴ, എറണാകുളം ജില്ലകളുടെയും ചുമതല നേരത്തെ നൽകിയിരുന്നു. മറ്റംഗങ്ങളുടെ ഒഴിവ് വന്നതോടെ ശേഷിച്ച 10 ജില്ലകൾ ഇവർക്ക് വീതം വെച്ച് നൽകിയിരിക്കുകയാണ്. ഒരംഗത്തിന് 3 ജില്ലയുടെ ചുമതലയാണ് പരമാവധി നൽകുക എന്നിരിക്കെ സ്വാഭാവികമായും എല്ലാ ജില്ലകളിലും കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. പരിഗണിക്കുന്ന കേസുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിൽ പോരായ്മകൾ ഉണ്ടാകുമെന്നും കരുതുന്നു. കേരളത്തിൽ പോക്സോ ഉൾപ്പെടെ ബാലാവകാശ ലംഘന കേസുകൾ കൂടി വരുന്നതായി പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കുട്ടികൾക്ക് നീതി ലഭ്യമാക്കുന്ന കാര്യത്തിൽ സർക്കാർ താൽപര്യം കാണിക്കുന്നില്ലെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. അതേസമയം ഒഴിവുകൾ എത്രയും വേഗം നികത്താൻ നടപടി വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ കലാകൗമുദിയോട് പറഞ്ഞു. എന്നാൽ നിയമനം നടത്തേണ്ടത് സർക്കാർ ആയതിനാൽ നിർബന്ധിക്കാൻ കഴിയില്ല. ഇതിനിടെ എല്ലാ ജില്ലകളിലുമുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെ പ്രവർത്തനം ഏകീകരിക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കുന്നതിന് ബാലാവകാശ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ശോഭ കോശി അധ്യക്ഷയും കമ്മീഷൻ മുൻ അംഗങ്ങളായ ശ്രീല മേനോൻ, ആന്റണി CJ, എറണാകുളം CWC ചെയർമാൻ സാജു എന്നിവർ അംഗങ്ങളുമായി ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. ബാലാവകാശ നിയമങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിലും നയപരമായ വിഷയങ്ങളിലും സർക്കാരിന് ഉപദേശങ്ങളും റിപ്പോർട്ടുകളും മാർഗനിർദ്ദേശങ്ങളും നൽകുക, വിവിധ വിഷയങ്ങളിൽ കൺസൾട്ടേഷൻ നടത്തുക, പഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കി സർക്കാരിന് ശുപാർശകൾ നൽകുക തുടങ്ങിയവ കമ്മീഷന്റെ മുഖ്യ ചുമതലയിൽപ്പെടുന്നു. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലെയുള്ള ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കേണ്ട ചുമതലയും ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണെന്നിരിക്കെ അവരെ തഴഞ്ഞ് മറ്റൊരു സമിതിയെ നിയോഗിക്കാൻ വനിതാ ശിശു സംരക്ഷണ വകുപ്പ് തീരുമാനിച്ചതിലും ദുരൂഹതയുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്വന്തം പരിപാടിയായിരുന്ന ബാലസൗഹൃദ കേരളം പ്രൊജക്ട് കമ്മീഷൻ അവരുടേതാക്കി മാറ്റിയെന്ന ആക്ഷേപവും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കമ്മീഷൻ പ്രസക്തമായ ശുപാർശകളൊന്നും തന്നെ നൽകിയിട്ടില്ലെന്നും പറയുന്നു. എന്തായാലും പുതിയ അംഗങ്ങളെ നിയമിക്കണമെന്ന ചെയർമാന്റെ അഭ്യർത്ഥന സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കുമെന്നാണ് പ്രത്യാശ.